ഹായ്, ഞാൻ ദീപ. ഇന്ന് എൻ്റെ ഈ ക്രാഫ്റ്റ് റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതുന്നു. ഞാനിതൊരു 5 മാസം, എനിക്ക് തോന്നുന്നു 4-5 മാസമായിട്ട് ആനിക്കുട്ടിക്ക് കൊടുത്തേക്കുമായിരുന്നു. അവളുടെ ക്രാഫ്റ്റ് റൂം ആക്കി എടുത്തോ, എനിക്ക് വർക്കുള്ളതുകൊണ്ട് മിക്കവാറും ഞാൻ അതിനകത്തൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ കരുതിയിട്ട് അവൾക്കങ്ങ് കൊടുത്താണ്. അവൾക്കൊരു റൂം ആയിക്കോട്ടെ, അന്നേക്കൊരു റൂമുണ്ട്, സോ അവളെടുത്തോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്താണ്. പക്ഷെ കംപ്ലീറ്റ് മെസ്സാക്കി കളഞ്ഞവള്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ഥലം തിരിച്ചെടുക്കുവാണ്, ഇത് ശരിയാവില്ല. എനിക്കിപ്പം ഒരു ചെറിയ ചുരിദാർ പോലും ഒരു സൈഡിലിട്ട് വെട്ടാനുള്ള അവസ്ഥ ഇല്ലാത്ത രീതിയിലാക്കി കളഞ്ഞവള്. അത്രയ്ക്ക് മെസ്സായി കളഞ്ഞു. അപ്പം എനിക്ക് ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നതുകൊണ്ടേ കോളൊക്കെ ഉള്ള സമയത്ത് പിള്ളേർ ആകെ അലമ്പായിരിക്കും. ആദ്യത്തെ ഒരു 2-3 ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തെങ്കിലും പിന്നെ നമുക്ക് പറ്റാണ്ടായി. അപ്പോൾ ഞാൻ നമ്മുടെ ബെഡ്റൂമിനകത്ത് തന്നെ ഒരു ചെറിയ സ്പേസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ എന്തിനാ ചുമ്മാ ഈ ഒരു റൂം ഇങ്ങനെ ഇട്ടേക്കുന്നേ, ആനിക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആനിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇതാണ് അവസ്ഥ. അവളുടെ സകലമാന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ കുറേ അവൾ എടുക്കാൻ തുടങ്ങി. കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവളും ക്രാഫ്റ്റിൻ്റെ ആളാണ്, പക്ഷേ നമുക്ക് ആ മെസ്സ് അങ്ങോട്ട് പിടിക്കില്ല. എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. വേസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല രസമാണ്, ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് രസമാണ്. പക്ഷേ നമുക്കിത് മൊത്തത്തിൽ ഒരു മെസ്സായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു സാധനവും കളയാൻ സമ്മതിക്കില്ല. അടുക്കി പെറുക്കി വയ്ക്കുകയോ അതുമില്ല. ഞാൻ ഓരോ തവണ വന്ന് അടുക്കി പെറുക്കിയൊക്കെ വയ്ക്കും. ഇപ്പോൾ ഇവളുടെ ബുക്സ് ഉൾപ്പെടെ എല്ലാം ചളം കുളമാക്കി ഇട്ടേക്കും കേട്ടോ. എന്നിട്ട് ഒരു സാധനം കളയില്ല. ഇതിപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് കുഞ്ഞിലെ എങ്ങാണ്ട് 1 വയസ്സിലോ 2 വയസ്സിലോ കിട്ടിയ കാറൊക്കെയാണ്, അതൊന്നും കളയില്ല. ഞാൻ ഇതിന് പയ്യെ എടുത്ത് ഓരോന്ന് കളയേണ്ടി വരും. അപ്പം എൻ്റെ ഇതിനകത്തെ ഒരു ഇതും ഒരു ഡ്രോ കൊടുത്തിരുന്ന അതും ഈ അവസ്ഥയിലാക്കി. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം വിലയുള്ളൊരു ഇത് ഇങ്ങനെ ഏതോ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ അവൾ അടിച്ചു മാറ്റി ഈ പരുവത്തിലാക്കി. അപ്പം ഇന്നിത് കംപ്ലീറ്റ് ശരിയാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് കുറച്ച് ഡ്രസ്സ് ഒന്ന് തയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇത്രയുമുള്ള ഒരു ഇച്ചിരി സ്ഥലത്താണ് ഞാനിട്ട് വെട്ടിയത്. എന്നിട്ട് പിന്നെ എനിക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനൊന്നും പറ്റാണ്ട് പിന്നെ ഞാൻ തയ്യൽ ഉപേക്ഷിച്ച് നിർത്തിയിട്ട് പോയി. അപ്പം ഞാനിതൊരു നല്ലൊരു കോഡ് സെറ്റ് തയ്ക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. അതുപോലെ ഇത് കുറേ ബ്ലൗസിൻ്റെ തുണി ഞാൻ വെട്ടി വെച്ചേക്കുന്നതാണ്, ഇതുവരെ തയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതും അതുപോലെ വീട്ടിലിടാനായിട്ട് കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽ, ഫ്രോക്ക് മോഡൽ കുർത്തി, അത് തയ്ക്കാനായിട്ട് വെച്ചതാ. അതും ഒന്നും ആയിട്ടില്ല. പിന്നെ മാളിലൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം ഇപ്പോഴും പോകുമ്പോൾ ചുരിദാറിനും കോഡ് സെറ്റിനും ഒക്കെ തുണി എടുത്തിട്ട് വരും കേട്ടോ. എന്നിട്ടെല്ലാം നമ്മൾ പെട്ടിക്കകത്താക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ആനയുടെ ഡ്രസ്സും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല, സ്ഥലമില്ല. സോ ഞാൻ ആലോചിച്ചു നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് തയ്ക്കാൻ പാകത്തിനാകുമ്പം ഇടയ്ക്ക് ഇപ്പോൾ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ കിട്ടുമ്പോഴേ കുറച്ചൊന്ന് വന്ന് തയ്ക്കാനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇതിപ്പം ആകെ മെസ്സായിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങ് സങ്കടം വരുക. അപ്പം അതിപ്പോൾ കൊച്ചു പിള്ളേരെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഞാനിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി എന്നോട് പറയുകയും ചെയ്തായിരുന്നു, കൊടുത്തിട്ട് നീ റിഗ്രറ്റ് ചെയ്യരുതെന്ന്. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. 5 മാസം കൊണ്ട് എനിക്ക് മതിയോ. പക്ഷേ അവൾ ചെയ്തേക്കുന്ന സാധനമൊക്കെ കണ്ടോ. അവളുടെ ഇമാജിനേഷനിൽ ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ, അതും കയറി വരുന്ന റൂമും കൂടെ ആകുമ്പോഴേ, കയറി വരുമ്പോൾ ആദ്യം കാണുന്ന റൂം ഇതാ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ഒതുക്കാം. ഇവിടെ എൻ്റെ ഒരു പവർ മെഷീൻ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി ഇവിടുന്ന്. പിന്നെ ഇനിയിപ്പം അവിടെ വെച്ചേക്കുക എൻ്റെ എംബ്രോയ്ഡറി മെഷീൻ. അത് പയ്യെ ഇവിടെ കൊണ്ടുവച്ച് കഴിയുമ്പം വരുമ്പോൾ ഇരിക്കാൻ ഒരു ലിവിങ് ഏരിയ പോലെയാണ് അവിടെ. അവിടെ കുറച്ച് സ്പേസ് ആയിക്കോളും. അവിടുത്തെ സെറ്റിയൊക്കെ എടുത്ത് മാറ്റിയിട്ടേക്കുക. അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാം. ഇപ്പോൾ ഇതാണ് അവസ്ഥ. മൂടിപ്പോച്ചിട്ടേക്കുക. ഇനി ഇത് വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഇത് കേടായി പോകും. സോ ഇത് പയ്യെ അപ്പുറത്തോട്ടാക്കിയിട്ട് ആ മുറിയെല്ലാം ഒന്ന് ഒതുക്കണം. മൊത്തം ആ മെഷീൻ എടുത്തുകൊണ്ട് പോയപ്പോൾ ഉള്ള ചവറാണ് ഈ കിടക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ തയ്യലൊക്കെ കംപ്ലീറ്റാണ് നിർത്തിയോന്ന്. തയ്യൽ എനിക്കും പിള്ളേർക്കും ഉള്ള ഡ്രസ്സൊക്കെ നമ്മൾ തന്നെയാണ് തയ്ക്കുന്നത്. എനിക്ക് പുറത്ത് പോയ റെഡിമെയ്ഡ് ഒന്നും എൻ്റെ ഇഷ്ടത്തിന് കിട്ടാറില്ല. ഒന്നെങ്കിൽ എൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗം ഭയങ്കര കുടുസായിട്ടുള്ളതൊക്കെയാണ് എനിക്ക് റെഡിമെയ്ഡ് കിട്ടുമ്പം കിട്ടുന്നത്. അപ്പോൾ എനിക്കിതുവരെ അത് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കുന്നത് തന്നെയാണ് കോൺഫിഡൻസിന് ഉള്ളത്. പിന്നെ ബ്ലൗസ് ആണെങ്കിലും എൻ്റെ ഒരു രീതിയുണ്ട്. എനിക്കിതുവരെയും വേറെ ആരും തയ്ച്ച് ബ്ലൗസ് ശരിയായി കിട്ടിയിട്ടില്ല. ഞാൻ തയ്ക്കുന്ന എനിക്ക് കറക്റ്റ് കപ്പ് സൈസും എല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. സോ ഇനി നമുക്ക് പയ്യെ ക്ലീൻ ചെയ്യാം. എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു ഏരിയ ഇപ്പം ഇവിടുത്തെ മെഷീൻ മാറിക്കഴിഞ്ഞപ്പോഴേ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു ഏരിയ എനിക്കില്ല. അപ്പം ഇതൊരു ബെസ്റ്റ് സ്പേസ് ആയിരിക്കും. ഇതൊന്ന് കുറച്ച് അടുപ്പിച്ചിട്ടാൽ അല്ലെങ്കിൽ ഇവിടെ വേറെ വല്ല ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ക്യാമറ കുറച്ചൊന്ന് ഇങ്ങനെ സൂം ചെയ്ത് കൊണ്ടുവന്നാലേ കണ്ടോ, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലൈറ്റ് അതും കൂടെ സെറ്റ് ചെയ്താൽ പിന്നെ ഓരോ പ്രാവശ്യം ഓടി വന്നിരുന്നത് വീഡിയോ ചെയ്താൽ മതി. മറ്റേന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച എല്ലാവരെയും ഓടിച്ച് മാറ്റി പിന്നെ ഞാൻ എൻ്റെ ബെഡ്റൂമിനകത്ത് തന്നെ ഓരോ സ്പേസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റ് കൊണ്ട് ഓരോന്ന് എടുത്ത് വെച്ച് ഇത് എന്താ പറയുന്നത് ട്രൈപോഡ് ഒരിടത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോൾ ഇച്ചിരി അത്യാവശ്യം ഭംഗിയായിട്ട് ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന അവിടെ ഇരിക്കുന്ന ആ ഒരു കുഷനുള്ളൊരു കസേര ഇവിടെ കസേരയല്ല, ആ ഇരിക്കുന്ന ഒരു ഏരിയ കൊണ്ടിട്ട് കുറച്ച് കുഷനൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി കംപ്ലീറ്റ് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അത്രയ്ക്ക് ദാരിദ്ര്യമാണ്. ഇത്രയും നാളായിട്ട് എനിക്കൊരു സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇത് ചെയ്യാം, കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പം എൻ്റെ യൂട്യൂബും എൻ്റെ ക്രാഫ്റ്റും എല്ലാം ഇതിനകത്ത് നടന്നോളും. ലൈറ്റൊക്കെ വരുമ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിളങ്ങും. ഇത് നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ്, നന്നായിരിക്കും. ഞാൻ ഇവിടുത്തെ ചവറെല്ലാം അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അവളെ ഞാൻ സൺഡേ സ്കൂളിൽ വിട്ടേക്കുക. അപ്പോൾ അവൾ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ സാധനങ്ങളൊക്കെ മാറ്റണം. അപ്പം അവൾക്കുള്ള എന്തെങ്കിലും നമുക്ക് വേറൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയും ഭാഗം ക്ലീൻ ആക്കിയിട്ട് ഈ ഭാഗത്ത് തന്നെ നമ്മുടെ, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്, ഈ ഭാഗത്ത് നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ കൊണ്ട് വയ്ക്കാം. കാരണം കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ അതിലൊന്നും എംബ്രോയ്ഡറി എനിക്കായിട്ട് എംബ്രോയ്ഡറി ഞാനൊന്നും ചെയ്തിട്ടില്ല. സാരി എംബ്രോയ്ഡറി ചെയ്യണമെന്ന് വെച്ചിട്ട് അതൊന്നും നടന്നിട്ടില്ല. സോ ബെറ്റർ ചെയ്യുമോ എന്തോ എനിക്കറിയത്തില്ല, ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പം ഞാൻ ഇവിടെ എംബ്രോയ്ഡറി പഴയ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. സോ ദാറ്റ് എനിക്ക് ബാക്കി സ്ഥലത്തൊക്കെ അത്യാവശ്യം ഞാൻ ഇവിടെ ഒരു മേശ ഇടാനൊക്കെ ശ്രമിച്ചു കേട്ടോ. പക്ഷെ അത് മേശ ഇട്ടാൽ ശരിയാകത്തില്ല, സ്പേസ് ഇല്ലാണ്ടാവും. അല്ലെ തന്നെ ഇവിടെ സ്പേസ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ആ മെഷീൻ ഒഴിവാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇത്രയും മെഷീനേ ഉള്ളൂ. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനില്ലെങ്കിൽ അന്നെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അവളുടെ തുണി തയ്ക്കാനൊക്കെ അവളിവിടെ വന്നിരുന്ന് തയ്ക്കും. പിന്നെ ഇതെൻ്റെ മറ്റേ സിഗ്സാഗ് മെഷീനാണ്. ഇതിൽ മറ്റേ ചെറിയ ചെറിയ എംബ്രോയ്ഡറി അല്ലെങ്കിൽ സ്കാലപ്പിങ് അതൊക്കെ നടക്കത്തുള്ളൂ. നമ്മുടെ ഇതുമൊക്കെ പൊടി പിടിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് എന്നാ പറയുന്നത്, ലോക്ക് മെഷീനാണ്. അപ്പോൾ എംബ്രോയ്ഡറി മെഷീനാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. കാരണം ഞാനത് കഴിഞ്ഞ 6 മാസമായിട്ട്, എനിക്കൊന്ന് 5 മാസമായിട്ട് അനക്കിയിട്ടില്ല, ഒന്നും തയ്ച്ചിട്ടില്ല. സോ എൻ്റെ കാര്യങ്ങളെങ്കിലും നടക്കണമല്ലോ. ഇതില് നമ്മുടെ കുറെ സാറ്റിൻ റിബൺസും എന്താണ് സിബും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തോ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ കംപ്ലീറ്റ്ലി പിള്ളേര് ഓരോന്നായിട്ട് അടിച്ചെടുത്തോണ്ട് പോകാറുണ്ട്. സാറ്റിൻ റിബണും
നീ ഇപ്പം അമ്മയ്ക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. വലുതായിട്ടൊന്നും ചെയ്തില്ല. ഇവിടെ ഉണ്ടായിരുന്ന കച്ചറ എല്ലാം പുറത്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി. അപ്പം ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന് ഇവിടേക്ക് ഒന്ന് തൂത്ത് റെഡിയാക്കി അത്യാവശ്യം വർക്ക് ഏരിയ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഞാനൊരു ഒരു ലൈറ്റ്, അതും ഒരു പഴയത് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ വെച്ചു, ഒരു സൈഡിൽ നിന്ന് വെച്ചു. ആൻഡ് ഇവിടെ എനിക്ക് ഓൾറെഡി തയ്ക്കാനായിട്ട് ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. ഞാൻ വാങ്ങിച്ച റിംഗ് ലൈറ്റ് എല്ലാ അവസാനം നമ്മൾ ഈ വക ആവശ്യത്തിനാണ്, അല്ലാതെ വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഇന്നിപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വന്നപ്പോൾ ഇവിടെ എനിക്ക് ഇച്ചിരി സ്പേസ് കിട്ടി. സോ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട്, അതായത് ലൈറ്റ് എല്ലാം ഇവിടെ സെറ്റാണ്. ജസ്റ്റ് ക്യാമറ കൊണ്ട് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം. അല്ലെങ്കിലത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ളത്. ഞാനിങ്ങനെ ഓരോ സ്ഥലത്തും ക്യാമറ കൊണ്ട് വെച്ച് അതിന് വേണ്ടിയിട്ട് ലൈറ്റ് വെച്ച് ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കി. രാത്രിയാണേ പറ്റത്തില്ല, പകലാണേലും ഒത്തിരി ലൈറ്റ് ഉണ്ടേ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ആൾക്കാർ മിണ്ടാതിരിക്കണം. ഇപ്പോഴാണേലും പിള്ളേർക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞാണ് ഞാൻ വന്ന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പഴയ സെറ്റപ്പ് പഴയതുപോലെ ആക്കി, എന്നിട്ട് ആനിയുടെ സാധനങ്ങളെല്ലാം പുറന്തള്ളി. പക്ഷെ ഇപ്പം ബാക്കിയുള്ള റൂമെല്ലാം ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇനി അത് പയ്യെ ക്ലീൻ ചെയ്യണം. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു സ്പേസ് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അതിപ്പം ഈ ഒരു ക്യാമറ ഇങ്ങനെ ആക്കി കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് ഇപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കുവാന്നേൽ കുറച്ചും കൂടെ ക്യാമറ താത്തണം. ഇരിക്കുവാന്നേൽ ഒരു സൈഡിൽ നിന്ന് മാത്രം ലൈറ്റ് കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. അവിടെ നിന്നും ലൈറ്റ് സ്ട്രെയിറ്റ് അല്ലാതെ നമുക്കൊരു ഭാഗത്തു നിന്ന് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ചും കൂടെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ എനിക്ക് അതാണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എൻ്റെ മുറി മാത്രം ക്ലീൻ ചെയ്തു. ഫ്രണ്ട് റൂമൊക്കെ ആകെ കുളമാക്കി ഞാൻ ഇട്ടു. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും ആകെ വൃത്തികേടാണ്. ഇനി ഇതെല്ലാം അടുക്കി പെറുക്കാൻ കിടക്കുന്നു. ബട്ട് ടൈമുണ്ട്, പയ്യെ ചെയ്യാം. അപ്പം ഈ ഒരു റൂം മാത്രം എനിക്ക് തിരികെ ഞാൻ പുനഃസ്ഥാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് ഓഫാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഇത് പണ്ട് ആ സൈഡിലുണ്ടായിരുന്നതാണ്. ശരിക്കും ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നതാണ്. അത് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇതിലായിരുന്നു ഞാൻ, അപ്പുറത്താണ് നമ്മുടെ കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീൻ വെച്ചിരുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഇനി ഇരുന്ന് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം സെറ്റാണ്. ഇത് കുറച്ച് ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാണെങ്കിൽ ഇതിനകത്തൊക്കെ മൊത്തം കച്ചറയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഓരോന്നായിട്ട് ഡീക്ലട്ടർ ചെയ്യണം. ഞാനിതിനകത്ത് വലിയ ബലമൊന്നുമില്ല. ഞാനിതിനകത്ത് കുറേ വരുന്നില്ലല്ലോ ഫാബ്രിക് പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാരിയിൽ കളർ ചെയ്യാനൊക്കെ ആയിട്ട്, പടം വരയ്ക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. PVCയുടെ പൈപ്പ് കൊണ്ടിട്ട്, അതായത് ഇത് വെച്ചിട്ട് നമുക്ക് സാരിയുടെ ഒരു ചെറിയ പോർഷൻ ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മേശപ്പുറത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. അതൊക്കെ ഇനി അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അതൊക്കെ ഇനി സമയം പോലെ ഞാൻ ആലോചിക്കുന്നത് ചെയ്യാമെന്നാണ്. നമ്മളതങ്ങനെ വിട്ട് കളയാൻ പാടില്ലല്ലോ. ഓക്കെ, പിന്നെ മെഷീനൊക്കെ ഇത് നേരത്തെ ഇരുന്ന പൊസിഷൻ തന്നെ. ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ കിട്ടി. ഇത് ഇത്രയും നമുക്ക് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇത് ക്ലീനായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ എംബ്രോയ്ഡറി മെഷീൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. സോ ഇതങ്ങനെ വെറുതെ പോകത്തില്ലായിരിക്കും. ഓക്കെ, ഇത് എൻ്റെ PC ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ ഇതിൻ്റെ കീബോർഡ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൻ്റെ സെറ്റപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാം ക്ലീനാക്കി സംഭവം. ഇനി ബാക്കി എല്ലാം സെറ്റാക്കാനുണ്ട്. ഇത് വെരി നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് ഒരു ഉച്ചയോടെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇത് ആനിക്ക് ഞാൻ കൊടുത്തു. ഇവിടെയാണ് എൻ്റെ PC ഇരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് ഷെൽഫിൻ്റെ ഏരിയ ഞാൻ ആനിക്ക് കൊടുത്തു. അവളുടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ മാത്രം ഇവിടെ വെപ്പിച്ചു. ബാക്കിയെല്ലാം ചാക്കി കെട്ടി ഞാൻ അന്നയുടെ മുറി കൊണ്ടിട്ടു. അന്നയുടെ മുറി ഓൾറെഡി ഒരു ഗോഡൗൺ ആണ്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നോളും.
അല്ലെ തന്നെ അത് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്തൊരു സ്ഥലമാണ്. എന്നിട്ട് ഇവിടെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെ ഈ പരുവത്തിലാക്കി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നിരിക്കാം. ഇത് 2 ദിവസം ഇങ്ങനെ കിടക്കത്തുള്ളൂ. ഇവർ ബാഗൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടൊക്കെ ഇടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ വീണ്ടും തിരിച്ച് നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഡ്രസ്സുകളും, ആനിക്കിപ്പോൾ കുറേ നാളായി ഡ്രസ്സൊന്നും തയ്ക്കുന്നില്ല, ആനിയുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തയ്ച്ചു തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്ഥലമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ചെയ്യുന്ന പാടെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തയ്യലിൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ പറയരുത്, നടക്കുന്ന കാര്യമല്ല അത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചെറിയ ക്രാഫ്റ്റ് വർക്കോ ഒക്കെ ചെയ്യുവാണെങ്കിൽ കാണിക്കാം. ഓക്കെ, ബൈ.